നേരിടുന്ന പ്രതിസന്ധികളുണ്ട്. ഇന്ന് രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന അഥവാ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന പ്രിയ രാഹുൽ ഗാന്ധിയെ വളരെ നിഷ്ഠൂരമായി വലിച്ചയച്ചു കൊണ്ടുപോയിക്കൊണ്ടാണ് ഇന്ന് രാജ്യത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കതിൽ നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉണ്ടാകിക്കൊണ്ടിരിക്കുന്ന വളരെ മോശമായ ഒരു സാഹചര്യം, അഥവാ ഇവിടെ ഏറ്റവും നല്ല ഡോക്ടർമാരുണ്ടാകുന്നത്, ഏറ്റവും നല്ല അഭ്യസ്ത വിദ്യരുണ്ടാകുന്നത്, ഏറ്റവും നല്ല എഞ്ചിനീയർമാരുണ്ടാകുന്നത്, ഏറ്റവും നല്ല കഴിവുള്ള നല്ല പ്രതിഭകൾ ഉണ്ടാകുന്നത് നീറ്റ് പരീക്ഷ എഴുതിക്കൊണ്ടാണ്. ആ നീറ്റ് പരീക്ഷ മുഴുവനും തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയവും ഓരോ വർഷവും നീറ്റ് പരീക്ഷ ഒരു ഉത്തരവാദിത്വ ബോധവുമില്ലാതെ അതിന്റെ ചോദ്യപേപ്പറുകൾ ചോർന്നു പോവുക, യഥേഷ്ടം എല്ലാവർക്കും ഉത്തരം പറയാൻ കിട്ടുക, അത് എല്ലാവർക്കും ഉത്തരം അതേ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അത് അവരുടെ കൈകളിലേക്ക് ലഭിക്കുക എന്ന ഒരു നിരുത്തരവാദപരമായ ഒരു വലിയ സമീപനം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി എന്താണ് ഉണ്ടാകുന്നത്? ഈ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിച്ച് പ്രിപ്പയർ ചെയ്ത് അതിനുവേണ്ടി തയ്യാറായ നല്ല ബുദ്ധിയുള്ള വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് വേണ്ടി എഴുതാൻ വേണ്ടി വരുമ്പോ ഒന്നും പഠിക്കാതെ കേവലം വീടുകളിലിരുന്ന് വൃത്തികേടുകൾ കാണിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്നും അതുപോലെ തന്നെയുള്ള MDMഉം ഒക്കെ അടിച്ചു കഴിയുന്ന ആളുകൾ അവരുടെ മുന്നിൽ യഥേഷ്ടം നീറ്റ് പരീക്ഷയുടെ പേപ്പർ എത്തുമ്പോ ആ പേപ്പറുകൾ നേരത്തെ തയ്യാറാക്കി വെച്ച പേപ്പറുകൾ അവർ ഉത്തരം കണ്ടുപിടിച്ച് ആ ഉത്തരങ്ങൾ നേരെ നീറ്റ് പരീക്ഷയ്ക്ക് പോയി എഴുതി കൊടുത്താൽ ഈ രാജ്യത്ത് വളർന്നു വരുന്നത് ഉത്തരവാദിത്വമില്ലാത്ത MBBS വിദ്യാർത്ഥികളായിരിക്കും, എഞ്ചിനീയർമാരായിരിക്കും. ഒരു ഉത്തരവാദിത്വവുമില്ലാതെ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു തലമുറ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ അപകടകരമായ സാഹചര്യത്തിലേക്ക് വഴി തുറക്കും. അതുകൊണ്ടാണ് യുവാക്കളുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ ജൽമന്ദിറിലെ വലിയ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടക്കുകയാണ്. അതിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയോ രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സമരങ്ങൾ നടത്തുമ്പോ ആ സമരങ്ങൾ അടിച്ചമർത്തുവാനാണ് ശ്രമിക്കുന്നത്. ഒരിക്കലും ഒരു സ്വച്ഛാധിപതിയായ ഒരു ഭരണാധികാരിക്കും ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിജയിച്ച ചരിത്രം ലോകത്തെവിടെയുമില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിരുത്തരവാദപരമായ സമീപനം മാറ്റിവെച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഈ വിഷയത്തെ ഗൗരവമായി കണക്കിലെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥി സമൂഹം സമരം ചെയ്യുന്നത്. ആ സമരത്തെ അടിച്ചമർത്തുന്നതിന് പകരം ആ സമരത്തിന് പരിഹാരമുണ്ടാക്കി പ്രധാനമന്ത്രി അത് ചർച്ച ചെയ്യാനും അതിനെക്കുറിച്ചുള്ള പരാതികൾ ബോധ്യപ്പെടുത്താനും അതിനുവേണ്ടിയുള്ള പരിഹാരമുണ്ടാക്കാനും മുന്നോട്ട് വരേണ്ടതിന് പകരം സമരം ചെയ്യുന്ന ആളുകൾ മുഴുവനും വലിച്ചയച്ച് ജയിലുകളിലേക്ക് കൊണ്ടുപോയി അടക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെതിരെ നമുക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ രാജ്യത്ത് നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഇതിനെതിരെ നമുക്കും അതിനെക്കുറിച്ചുള്ള ബോധങ്ങൾ വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമുണ്ട്. എല്ലാത്തിനും പരിഹാരം നൽകേണ്ടവൻ നാഥനായ റബ്ബാൻ. ആ റബ്ബിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നേരിടുന്ന രാജ്യാന്തര പ്രശ്നങ്ങളായാലും രാജ്യത്തിന്റെ അകത്തുള്ള പ്രശ്നങ്ങളായാലും നമ്മുടെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളായാലും നമ്മുടെ പഞ്ചായത്തുകളിലുള്ള പ്രശ്നങ്ങളായാലും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലുള്ള പ്രശ്നങ്ങളായാലും അല്ലാഹുവേ എല്ലാത്തിനും നീ ആജിലായ കാമിലായ ഒരു പരിഹാരം നീ നൽകണേ അല്ലാഹ്.